സമ്മതിച്ചില്ലെങ്കിലോ? അവനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. നിങ്ങൾ ആദ്യം കാണിച്ച കുട്ടിയെ ഇപ്പൊ കാണിച്ച കുട്ടിയെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആയിക്കോട്ടെ. കൈലാഷിന്റെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് അതിൽ ഏത് കുട്ടി വേണം നമുക്ക് തീരുമാനിക്കാം. ദേ കൈലാഷ് വന്നല്ലോ. മോനെ ദേ ഇവിടെ ഇരിക്കേ. എന്താ മമ്മി? ഇവിടെ ഇരിക്കേ, പറയാം. മമ്മി കാര്യം എന്താന്ന് പറയും. അതെ, ആദ്യത്തെ പ്രൊഫൈലും ഫോട്ടോയും ഒന്ന് കൈലാഷിനെ കാണിച്ചു കൊടുക്ക. പ്രൊഫൈല്? മാഡത്തിന് ഇഷ്ടപ്പെട്ടു. നിരഞ്ജന, BVJ സ്റ്റീൽ കമ്പനിയുടെ ഓണറുടെ മകളാ. ഇതെന്തിനാ എനിക്ക് കാണിച്ചു തരുന്നത്? എന്താ ഡാഡി? നീ നിന്റെ മമ്മിയോട് തന്നെ ചോദിച്ചു നോക്ക്. ഞങ്ങള് നിനക്ക് പെണ്ണ് നോക്ക. 2 പ്രൊഫൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ നോക്ക്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ നോക്കാം. ആരോട് ചോദിച്ചിട്ടാ എനിക്ക് പെണ്ണ് നോക്കുന്നത്? നിങ്ങളിപ്പോ പോയിക്കോളൂ. ഞാൻ പറഞ്ഞ 2 കുട്ടികളുടെയും ഫോട്ടോസും ഡീറ്റെയിൽസും എനിക്ക് അയച്ചു തരണം. ഓക്കെ മാഡം. മമ്മി വേണ്ട, ഒരു വഴക്കിനൊന്നും എനിക്ക് താല്പര്യമില്ല. ഒന്നെങ്കിൽ നീ സ്നേഹിക്കുന്ന ആരെയാണെന്ന് നീ തുറന്ന് പറയണം, അല്ലെങ്കിൽ ഞാൻ തീരുമാനിക്കുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കണം. ഞാൻ സ്നേഹിക്കുന്നത് ആരെയാണെന്ന് അറിഞ്ഞാ പെണ്ണന്വേഷണം മമ്മി ഇവിടെ വെച്ച് അവസാനിപ്പിക്കോ? ആദ്യം നീ പറയേ. പറയാം. ഞാൻ സ്നേഹിക്കുന്നത്. കൈലാഷ് നിർത്ത്. ഡാഡി ഞാൻ ചോദിക്കും, അപ്പൊ നീ പറഞ്ഞാ മതി. ഈ പറഞ്ഞ എന്താ കുഴപ്പം? നാളെ തന്നെ നീ ഇവന്റെ കല്യാണം നടത്താൻ പോകണം അല്ലല്ലോ? ഇവനെ എനിക്ക് വിശ്വാസമുണ്ട്. ഇവൻ ഒരിക്കലും ഒരു തെറ്റായ തീരുമാനം എടുക്കില്ല. തുറന്നു പറയാൻ കൈലാഷ് റെഡിയാ, പക്ഷെ നിങ്ങൾ സമ്മതിക്കുന്നില്ല. എന്താ ഇതിന്റെ അർത്ഥം? കൈലാഷ് നീ പോയിക്കോ. പറ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? അവൻ അംഗീകരിക്കാൻ കഴിയാത്ത തീരുമാനം നമ്മൾ എടുത്താൽ